ബിഗ് ബോസ് മലയാളം വേദിയിൽ ഏറെ ദിവസങ്ങളായി ചർച്ചയായിരുന്ന അക്ബറും രേണുസുധിയും തമ്മിലുള്ള സംഘർഷം ഒടുവിൽ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. കടുത്ത പരാമർശങ്ങളിലൂടെയും വ്യക്തിപരമായ വിമർശനങ്ങളിലൂടെയും വൻ വിവാദത്തിലായിരുന്ന അക്ബർ പരിപാടിയുടെ പുതിയ എപ്പിസോഡിൽ തന്നെ രേണുസുധിയോട് തുറന്നു പറഞ്ഞ് ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. പരിപാടി കണ്ട പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു സംഭവം അരങ്ങേറിയത്. വാക്ക് തർക്കങ്ങളിലൂടെ കനത്ത വിമർശനങ്ങൾക്ക് ഇരയായിരുന്ന അക്ബറിന്റെ ഈ തീരുമാനം വീട്ടിനുള്ളിലെ സംഘർഷത്തെ കുറച്ചുകൂടി ശമിപ്പിച്ചുവെന്ന അഭിപ്രായമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും വരുന്നത്. വിവാദം ആരംഭിച്ചത് അക്ബർ രേണുസുധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. രേണുസുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് പരാമർശിച്ചതിലൂടെ പലർക്കും അത് കളിയുടെ ഭാഗമായി തോന്നിയെങ്കിലും ഭൂരിപക്ഷം പ്രേക്ഷകർക്കും അത് വ്യക്തിപരമായ അപമാനമായി തോന്നി. സ്ത്രീകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം ഒരിക്കലും ഒരു കുടുംബ പ്രേക്ഷകർക്ക് വേദിയിൽ വേണ്ടെന്ന് അഭിപ്രായപ്പെട്ടവരാണ് കൂടുതൽ ആളുകളും. ഇതോടെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് രേണുസുധി എന്ന ഹാഷ്ടാഗ് വ്യാപകമായി പ്രചരിച്ചു. പരിപാടി തന്നെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അക്ബർ തന്റെ നിലപാട് പുനർപരിശോധിച്ചത്. വീടിനുള്ളിൽ നടന്ന ഒരു പ്രത്യേക സംഭാഷണത്തിനിടയിലാണ് അദ്ദേഹം രേണുസുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചത്. എന്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാണെന്ന് ഞാൻ അതിനായി ക്ഷമ ചോദിക്കുന്നുവെന്നും അക്ബർ പറഞ്ഞു. പരിപാടി കണ്ടവർക്ക് പോലും അക്ബറിന്റെ ശൈലിയിലെ വിനയവും ഗൗരവവും അപൂർവമായിരുന്നുവെന്ന് തോന്നിപ്പിച്ചു. സാധാരണയായി കടുപ്പമുള്ള രീതിയിലാണ് അക്ബർ സംസാരിക്കാറുള്ളത്. എന്നാൽ ക്ഷമാപണ സമയത്ത് അത് മറിച്ചായിരുന്നു. രേണുസുധിയും സംഭവത്തെക്കുറിച്ച് തന്റെ നിലപാട് തുറന്നു പറയുകയും ചെയ്തു. അപമാനകരമായ വാക്കുകൾ സഹിക്കാനാവില്ലെന്നും പക്ഷേ ക്ഷമ ചോദിക്കാൻ കാണിച്ച ധൈര്യം അഭിനന്ദിക്കേണ്ടതാണ് എന്നും രേണുസുധി വ്യക്തമാക്കുകയാണ്. വീടിനുള്ളിലെ സംഘർഷം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം. മത്സരാർത്ഥികൾ തമ്മിലുള്ള ബന്ധം മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ രേണുസുധി വീണ്ടും തെളിയിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മുമ്പ് അക്ബറിനെതിരെ വിമർശനം നടത്തിയവർ ക്ഷമ ചോദിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്ന അക്ബറിനെ ഒരു പോസിറ്റീവ് നീക്കമായാണ് അഭിപ്രായപ്പെടുന്നത്. എങ്കിലും മറ്റൊരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് ക്ഷമാപണം ചെയ്താലും പറഞ്ഞ വാക്കുകൾ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ്. പരിപാടി കാണുന്നവർക്ക് മോശം മാതൃക നൽകിയതിന് അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ വാദം. മാധ്യമങ്ങളും സംഭവത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. പല ന്യൂസ് പോർട്ടലുകളും ബിഗ് ബോസിൽ സമാപന സൂചന എന്ന തലക്കെട്ടിൽ റിപ്പോർട്ടുകളും നൽകി. ചിലപ്പോൾ അക്ബറിന്റെ ക്ഷമാപണം പരിപാടിയുടെ അന്തരീക്ഷം ശാന്തമാക്കുമോ എന്ന ചോദ്യം ഉയർത്തി. മറ്റു ചിലർ ഇത് വെറും ഗെയിമിന്റെ ഭാഗമായി പ്രേക്ഷക മനസ്സിലേക്കുള്ള തന്ത്രമാകാം എന്നും സംശയിച്ചു. എങ്കിലും പൊതു അഭിപ്രായം ക്ഷമാപണം ഒരു ശരിയായ പടിയാണെന്നും സംഘർഷങ്ങളെ കുറയ്ക്കാൻ അത് സഹായിക്കും എന്നതിലേക്കാണ് മാറിയത്. ഈ സംഭവം ബിഗ് ബോസിന്റെ സ്വഭാവത്തെയും പ്രേക്ഷകരുടെ പങ്കാളിത്തത്തെയും കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നു. റിയാലിറ്റി ഷോകൾ വെറും വിനോദം മാത്രമല്ല, സമൂഹത്തിന്റെ ഭാഷാ ഉപയോഗം, പരസ്പര ബഹുമാനം, സ്ത്രീ പുരുഷ സമത്വം പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളാണ് എന്ന് പലരും ഓർമ്മിപ്പിച്ചു. രേണുസുധിയുടെ ധൈര്യവും അക്ബറിന്റെ ക്ഷമാപണവും രണ്ടു തരത്തിലും പുതിയ മാതൃകകൾ മുന്നോട്ട് വെച്ചുവെന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തലുകൾ. മൊത്തത്തിൽ ബിഗ് ബോസ് അരങ്ങിലെ ഏറ്റവും വലിയ വിവാദം ഒടുവിൽ സൗഹൃദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും വഴി തീർക്കുന്നതെന്നാണ് ശ്രദ്ധേയം. മത്സരാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം കളിയുടെ ഭാഗമാകാം, പക്ഷേ മനുഷ്യബന്ധം നിലനിർത്താൻ ആവശ്യമായ വഴക്കം, ക്ഷമ, വിനയം എന്നിവയില്ലാതെ ഏതൊരു കളിയും പൂർണ്ണമാവില്ല എന്നുള്ള ബോധ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.